ശ്രീ രാഹുൽ ഈശ്വർ. RSS ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായ രംഗത്തില്ലായിരുന്നു. ഞങ്ങളില്ലാത്ത തെരഞ്ഞെടുപ്പാണെന്ന് രാം മാധവ് ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയിരുന്നു. BJP തനിച്ചു മതി എന്ന് JP നഡ്ഡ തന്നെ, അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഉദ്ദേശിച്ചൊരു റിസൾട്ട് ഉണ്ടാകാതെ വരുന്നു. അത് നമ്മൾ കണ്ടു. ഇപ്പോൾ RSS ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ആകെ ചൂണ്ടിക്കാട്ടി ഡെക്കോറം പാലിച്ചിട്ടില്ല, അഹങ്കാരം വെടിയണം, എല്ലാ വിഭാഗങ്ങളെയും തുല്യമായി കാണണം, ആരെയും വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ വളരെ ഷാർപ്പായ ഒരു അറ്റാക്കിന് RSS, മോദിക്കെതിരെയുള്ള വളരെ ഷാർപ്പായ അറ്റാക്കിന് തയ്യാറെടുക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും അല്ല. ഞാൻ RSകാരനല്ല, പക്ഷേ RSനെ അടുത്ത് നിന്ന് പഠിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഞാനൊരു ഹിന്ദുവാദിയാണ്, ഹിന്ദുത്വവാദിയല്ല. അപ്പോൾ RSS പലപ്പോഴും ഒരു സെൽഫ് കറക്ഷനിലായിട്ട് ഇത്തരം കാര്യങ്ങൾ കാണുന്നത് വളരെ പോസിറ്റീവായി നമ്മൾ കാണണം. ഇന്ന് അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു, മണിപ്പൂരിൻ്റെ കാര്യം കൂടെ അദ്ദേഹം മെൻഷൻ ചെയ്തു. മണിപ്പൂരിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ 250 മുതൽ 400 വരെ പള്ളികൾ പൊളിച്ചു എന്നാണ് പറഞ്ഞത്. വേണ്ട രീതിയിൽ നമ്മുടെ നാട്ടിൽ ഔട്ട്റേജ് ഉണ്ടായില്ല. ഇത് ആരുടെ കുറ്റമാണെന്നുള്ളതല്ല, ഇത് കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമുക്കെല്ലാം ഉണ്ടെന്ന തിരിച്ചറിവിലാണ്. അല്ലല്ല, സർസംഘചാലക് അങ്ങനെയല്ല പറഞ്ഞത്. സർസംഘചാലക് പറഞ്ഞെന്താ, ഒരു വർഷമായിട്ട് മണിപ്പൂർ കത്തുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇത് പ്രയോറിറ്റിയിൽ വരാത്തത് കൊണ്ടാണല്ലോ. എന്ന് പറഞ്ഞാൽ മണിപ്പൂരിലെ കലാപം ഇല്ലായ്മ ചെയ്യുന്നതിൽ, മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരുന്നതിൽ യൂണിയൻ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കുറെ കൂടെ കൃത്യമായി പറഞ്ഞാൽ മണിപ്പൂരിലെ കലാപം അമർച്ച ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നതിലോ ഏത് ഗവൺമെന്റ് ആണെങ്കിലും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ആർക്ക് സംശയമുണ്ട്. വേണ്ട രീതിയിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ സംസാരിച്ചു പോലും ഇല്ല എന്നുള്ളത് സാധാരണ ക്രിസ്ത്യാനികൾക്കും സാധാരണ ഇന്ത്യക്കാർക്കും വേദന തോന്നിയൊരു സംഭവമാണ്. കാര്യം ഒരു അമ്പലമോ ഒരു പള്ളിയോ പോലും നശിച്ചാൽ നമുക്ക് വേദനിക്കും. 200, 300, 400 പള്ളികളാണ് തകർക്കപ്പെട്ടതെന്നാണ് അവിടുത്തെ ആർച്ച് ബിഷപ്പൊക്കെ പറയുന്നത്. 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു, 10,70,000 പേർക്ക് പരിക്കേറ്റു എന്നൊക്കെ പറയുന്നു. ഇന്ത്യ വേണ്ട രീതിയിൽ ഔട്ട്റേജ് ചെയ്തില്ല, ഇന്ത്യ വേണ്ട രീതിയിൽ, ഭാരതം വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നുള്ളത് ഓരോ ഭാരതീയനും വേദന ഉണ്ടാക്കുന്നതാണ്. അത് ഈ കാശ്മീരി പണ്ഡിറ്റുകൾ പോലെയാണെങ്കിലും നമ്മുടെ ബാബറി മസ്ജിദ് പോലെയാണെങ്കിലും നമ്മുടെ ആത്മാവിനേറ്റ മുറിവാണ്. ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മോഹൻ ഭഗവത്ജി വളരെ കറക്റ്റായി, മോഹൻ ഭഗവത്ജിയുടെ പ്രസ്താവനകൾ ശ്രീ അഭിലാഷ് എന്ന് ശ്രദ്ധിച്ചു കാണും. ഗാന്ധിയാണ് കട്ടർ ഹിന്ദു, അല്ലെങ്കിൽ ഗാന്ധിജിയാണ് യഥാർത്ഥ ഹിന്ദു, കടുപ്പമേറിയ ഹിന്ദു എന്ന് പറയുന്ന, ഗാന്ധിയുടെ പാത വേണമെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അവരെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഗുരുജി ഗോൾവൽക്കർ ഒരു കാലത്ത് തെറ്റായ 2-3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരു സംശയവുമില്ല. ക്രിസ്ത്യാനിയും മുസ്ലിം കമ്മ്യൂണിസ്റ്റുകാരനും നമ്മുടെ ശത്രുക്കളാണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ ഗുരുജി മാറി, ആ ഗുരുജി ഗോൾവൽക്കർ ഇവോൾവ് ചെയ്തു, പരിണാമം സംഭവിച്ചു. ആ ഗുരുജിയുടെ വിചാരധാരയാണ് ഇപ്പോഴും RSSന്റെ ബൈബിൾ. നമ്മൾ RSSന്റെ ജനിതകമോ RSSന്റെ ജാതകമോ അല്ല ഇപ്പൊ നോക്കുന്നത്. എന്റെ ചോദ്യം വളരെ കൃത്യമാണ് ശ്രീ രാഹുൽ. ഇപ്പോ മണിപ്പൂരിന്റെ കാര്യം, ഇപ്പൊ രാഹുൽ തന്നെ പറഞ്ഞു മണിപ്പൂരിന്റെ കാര്യം. മണിപ്പൂരിൽ ഒരു കൊല്ലമായി ഈ പ്രശ്നം നടക്കുകയാണ്. ഇത് ശരിയാക്കാൻ, ഈ വിഷയം പരിഹരിക്കാൻ, ഇത് പ്രയോറിറ്റിയിൽ വരുത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വളരെ ഷാർപ്പായ ഒരു ക്രിറ്റിസിസം ഗവൺമെന്റിനെതിരെ നടത്തുകയാണ്. RSSന്റെ ശിശുവായ അല്ലെങ്കിൽ RSSന്റെ അനുഗ്രഹാശിസുകളുള്ള BJP രാജ്യം ഭരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ BJP സർക്കാരിന് ഈ കാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് RSS പറയുന്നതിന്റെ കൗതുകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാക്കി RSS എന്താണ്, എന്തായിരുന്നു നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമല്ല. പ്രശ്നം കൗതുകമല്ല, അതാണ് അവർ പറയുന്ന ചൂണ്ടിക്കാട്ടുന്ന യാഥാർത്ഥ്യം. ഇവിടെ അഭിലാഷം മിസ് ചെയ്തു പോകുന്നൊരു കാര്യമുണ്ട്. ക്രിസ്ത്യാനിയെ ശത്രുവായി നിർത്തുന്ന ഒരു പൂജനീയ സർസംഘചാലകന് അത് പറയാൻ പറ്റുമോ? ഇവരിലുണ്ടായ പോസിറ്റീവായ മാറ്റം ഗാന്ധിജി കണ്ടിട്ടുണ്ട്. ഗാന്ധിജി ഗുരുജി ഗോൾവൽക്കറിന്റെ പേര് തന്നെ എടുത്തിരിക്കെ പറയുന്നുണ്ട്. ഗാന്ധിജി ഇവരിലേക്ക് ഒരു ബഹുസ്വരതയുടെ സ്ട്രാൻഡ് കടത്തിവിടാൻ നോക്കുകയാണ്. ഇവരിൽ തന്നെ ഭാഗമായ തീവ്ര വലതുപക്ഷവാദികളുണ്ട്. അങ്ങനെയാണ് ഗോഡ്സെയൊക്കെ ഉണ്ടാവുന്നത്. സവർക്കർക്ക് പോലും അതിനുശേഷം 1947 ഒടുവിൽ ഗുരുജി ഗോൾവാൾക്കർ എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് രാമേന്ദ്ര ഗുഹയൊക്കെ വളരെ ശക്തമായി 48 ജനുവരിയിലാണ് ഗാന്ധിജി കൊല്ലപ്പെടുന്നത്. 47 അവസാനം നടന്നിട്ടുള്ള പരസ്യമായ തന്നെ ചില വർത്തമാനങ്ങളെ കുറിച്ച് അങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് പോയാൽ ഇവരുടെ എവല്യൂഷൻ 1972 യൂണിഫോം സിവിൽ കോഡിനെ തള്ളി പറയുന്നുണ്ട്. യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കുമെന്ന് പറയുന്ന ഗുരുജി ഗോൾവൽക്കർ മാത്രമാണ്. ഇതൊന്നും അഭിലാഷിനെ പോലെ ഒരു ലിബറൽ സെക്യുലർ സ്പേസിൽ നിൽക്കുന്നവർ കാണുന്നില്ല. ഒരൊറ്റ വരിയിൽ ഞാൻ കാര്യം പറഞ്ഞു തീർക്കാം. അഭിലാഷ് ഒരു മതേതരവാദിയാണ്, ഞാൻ ഒരു മതേതരവാദിയല്ല, ഞാനൊരു വർഗീയവാദിയാണ്. ജാതിവാദിയും മതവാദിയും കയ്യിൽ സ്വസ്തികം പച്ച കുത്തുന്ന ആര്യ ബ്രാഹ്മണ സവർണ വലതുപക്ഷ ഹിന്ദുവാദിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും മുസ്ലിം വിരോധമില്ല. അങ്ങനെയുള്ളവർ ഞങ്ങളുടെയും കൂടെ ശത്രുക്കളാണ്. മുസ്ലിം വിരോധം പറയുന്നവർ, ഈ തുപ്പൽ ജിഹാദ് പറയുന്നവർ, ഹലാൽ ജിഹാദ് പറയുന്നവർ നമ്മുടെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ശത്രുക്കളായി കാണുന്നവർ. അപ്പോൾ അതിനെതിരെ ഒരു മധ്യപാത അല്ലെങ്കിൽ സെൻട്രിസ്റ്റ് പാത ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. ഒരു വഴി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇല്ലെങ്കിൽ മണിപ്പൂർ പരാമർശ വിധേയമാകുമോ? ഇത്രയും സ്ട്രോങ് ആയിട്ട്, അതായത് ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാർ പ്രതികരിക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് RSSന്റെ സർസംഘചാലക് വിമർശനം ഉന്നയിക്കുന്ന അദ്ദേഹത്തിന്റെ നന്മയാണ് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചല്ല.